ഖബർ വ്യവസായം കൊഴിപ്പിച്ച് കീശ നിറയ്ക്കാൻ മെനക്കിടുന്ന മുസ്ലിയാക്കന്മാർ, ദീനിന് നിരക്കാത്ത കള്ളക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് സ്വന്തം അനുയായികളെ വിഡ്ഢികളാക്കുന്ന ദയനീയ കാഴ്ചയാണ് ഇനി നാം കാണാൻ പോകുന്നത്. ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന ജനങ്ങളുടെ കണക്കാണ്. ഇതൊരു ചരിത്ര സത്യമാ സഹോദരങ്ങളെ, നമ്മൾ പഠിക്കണം. 90 ലക്ഷം ജനങ്ങളെന്നാണ് അതിന്റെ കത്തിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ ഈ വെള്ളക്കടവിന്റെ പരിസരത്തുള്ള ഈ ഏതെങ്കിലും ഈ മഹാനുഭാവനോട് താല്പര്യക്കുറവുള്ളവർക്ക് മാറുന്നതുകൊണ്ട് പറയാം, അയാളത് പ്രസംഗത്തിന്റെ പവറിന് വേണ്ടി പറഞ്ഞതാണ്. ഏതെങ്കിലും ഒരു തലയിൽ കെട്ടുകാരൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാം നേർച്ച നടത്താൻ വേണ്ടി പറഞ്ഞതാ, അശ്ലീല മൗലിക നടത്താൻ വേണ്ടി പറഞ്ഞതാ, നിങ്ങൾക്ക് പറയാം. എൻസൈക്ലോപീഡിയയുമായി ബന്ധപ്പെട്ട് 90 ലക്ഷത്തിൽ ഒരാളെങ്കിലും ഇസ്ലാമിലേക്ക് വരാൻ കുറവുണ്ട് എന്ന കണക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ സഹോദരങ്ങളെ? 90 ലക്ഷം ജനങ്ങളാ ലോകത്ത് ആർക്കാണ് സാധിക്കുക? അവരൊക്കെ എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് വന്നത്? പ്രസംഗം കേട്ടിട്ടാണോ? ക്ലാസ് കൊടുത്തിട്ടാണോ? തലയിൽ കൈവച്ച് പ്രാർത്ഥന നടത്തിയിട്ടാണോ? വാള് കാണിച്ചത് കേട്ടിട്ടാണോ? ഈ 90 ലക്ഷത്തിൽ 80 ലക്ഷം ഇസ്ലാമിലേക്ക് വന്നത് ഒറ്റ നോട്ടം കൊണ്ട് മാത്രമാണ്. ഈ 90 ലക്ഷത്തിൽ 80 ലക്ഷം ഇസ്ലാമിലേക്ക് വന്നത് ഒറ്റ നോട്ടം കൊണ്ട് മാത്രമാണ്. ഈ 90 ലക്ഷത്തിൽ 80 ലക്ഷം ഇസ്ലാമിലേക്ക് വന്നത് ഒറ്റ നോട്ടം കൊണ്ട് മാത്രമാണ്. അവരൊക്കെ ഈ രാജ്യത്തിന്റെ ഭരണചക്രം എങ്ങനെ നീങ്ങണം എന്ന് ഇപ്പോഴും തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എനിക്ക് ആവശ്യത്തിൽ ഒരു സംശയവുമില്ല. അവരൊക്കെ ഈ രാജ്യത്തിന്റെ ഭരണചക്രം എങ്ങനെ നീങ്ങണം എന്ന് ഇപ്പോഴും തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എനിക്ക് ആവശ്യത്തിൽ ഒരു സംശയവുമില്ല. ആ വിഷയത്തിൽ ഒരു സംശയം എനിക്കില്ല. കറകളഞ്ഞ സുന്നത്തിയമാതായതുകൊണ്ട് ആ വിഷയത്തിൽ എനിക്ക് സംശയിക്കേണ്ട കാര്യവുമില്ല. മഹാന്മാരായ പ്രവാചകന്മാരുടെ ത്യാഗങ്ങളുടെ കഥയറിയാവുന്ന, ഇസ്ലാമിന്റെ ചരിത്രമറിയാവുന്നവർ ഈ പൊട്ടക്കഥകളെ വലിച്ചെറിയുക തന്നെ ചെയ്യും. കാരണം സ്വന്തം ഭാര്യയെ ദീനിലേക്ക് കൊണ്ടുവരുവാൻ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 900 ചില്ലുവാനും വർഷം പ്രബോധനം ചെയ്തിട്ടും സാധിക്കാതെ പോയി. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് പ്രതിമ കച്ചവടക്കാരനായ തന്റെ പിതാവ് ആസറിനെ ഇസ്ലാം എന്ന ഈ മഹത്തായ ദീനിലേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചില്ല എന്നതും യാഥാർത്ഥ്യം മാത്രം. മഹാനായ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സ്വന്തം പിതൃവ്യനായ അബൂ ത്വാലിബിനെ ഈ ദീനിലേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചില്ല എന്നതും ആർക്കാണ് അറിയാത്തത്? എന്നിട്ടും ഈ ബാക്കവി പറയുന്നു, ഖാജ മൊയ്നുദ്ദീൻ ചിസ്തിയുടെ ഒറ്റ നോട്ടം കൊണ്ട് 90 ലക്ഷം പേർ ഇസ്ലാം മതത്തിൽ വന്നുവത്രേ. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയും സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയും മഹാന്മാരായ ആളുകളെ അതിരുകവിഞ്ഞ് പുകഴ്ത്തുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് മേൽ കള്ളക്കഥകൾ ഉണ്ടാക്കി പറയുമ്പോൾ, സ്വാഭാവികമായും അതിനേക്കാൾ ഉയർന്ന സ്ഥാനത്തുള്ള പ്രവാചകന്മാരെ തങ്ങൾ അറിയാതെ എഴുത്തുകയാണ് എന്ന തിരിച്ചറിവ് ബാക്കവിമാർക്കുണ്ടായാൽ നന്ന്. ഇസ്ലാമിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഖാജ മൊയ്നുദ്ദീൻ ചിസ്തി കാണിച്ചു എന്ന് പറയുന്ന ഇക്കാര്യത്തിന് യാതൊരു തെളിവും ഇല്ല തന്നെ. എന്നിട്ടും തോന്നിയാസം തട്ടിവിടുകയാണ്. ഇത് തിരിച്ചറിയാൻ സാധാരണക്കാരെ നിങ്ങൾക്ക് സാധിക്കണം. ഇവർ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് പലപ്പോഴും ഷിർക്കിലേക്കാണ്, അവരുടെ ഖബർ വ്യവസായം കൊഴിപ്പിക്കുവാനുള്ള മേഖലകളിലേക്കാണ്. അതിന് വശംവദരാകുന്നത് വളരെ ദയനീയമാണെന്ന് മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ മഖബറകൾ വരെ കച്ചവടം ചെയ്ത നാടാണ് കേരളവും മലബാറും കോഴിക്കോടും എന്നും ഞാൻ ഈ കൂട്ടത്തിൽ പറയുകയാണ്. നിങ്ങൾ ചിന്തിക്കണം, ഔലിയാക്കന്മാരെ മഖബറ വിൽക്കുക. ഈ കൗമ് ഈ നൗമ് നന്നാവും. ഇവരൊക്കെ പേരാണ് സുന്നി. ഇവര് സുന്നി അല്ല മനുഷ്യന്മാര്, ഇവര് കച്ചവടത്തിന്റെ പാർട്ടിയാണ്. ഇവര് സുന്നി അല്ല മനുഷ്യന്മാര്, ഇവര് കച്ചവടത്തിന്റെ പാർട്ടി. സന്തോഷം സന്തോഷം ഒരു ചൂഷകവർഗം തനി ചൂഷണം ചെയ്യാനായിട്ട് അങ്ങനെ സ്വലാത്തും ദിക്റും വഅളും ഡ്രസ്സിങ്ങും മുഴുവനും ചൂഷണത്തിന് വേണ്ടി മാത്രം.